നമസ്കാരം. ഇസ്രായേലിലേക്ക് വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവുമായി ഹൂത്തി വിമതർ. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് ഇസ്രായേലിലേക്ക് ഇവർ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചത്. എന്നാൽ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം ഇവയെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു. ഇതിന് തൊട്ടുമുമ്പ് തന്നെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സൈറനുകൾ ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയും ഹൂത്തി വിമതർ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിരുന്നുവെങ്കിലും അവയെല്ലാം തന്നെ തകർത്ത് തള്ളുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഹൂത്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായ യമനിലെ ഹുദൈദ തുറമുഖത്തിലേക്ക് എല്ലാം തന്നെ ഇസ്രായേൽ അതിരൂക്ഷമായ രീതിയിലാണ് ആക്രമണം നടത്തിയത്. ഇക്കുറി അവർ യുദ്ധവിമാനങ്ങൾ ഉപേക്ഷിച്ച് പകരം ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. അവരുടെ നിരവധി സംവിധാനങ്ങളൊക്കെ തകർത്തതായിട്ടാണ് അന്ന് ഇസ്രായേൽ അവകാശപ്പെടുകയും ചെയ്തത്. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇത് 13ാമത്തെ തവണയാണ് യമനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഇതിന് തിരിച്ചടിയായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ ബാലിസ്റ്റിക് മിസൈലുകളും മറ്റും ഹൂത്തി വിമതർ തിരികെ ഇസ്രായേലിലേക്ക് അയക്കുന്നത്. അത് തടയാനുള്ള സംവിധാനം ഇസ്രായേലിന് ഉണ്ട് എന്നവർക്ക് നന്നായിട്ട് അറിയാമെങ്കിലും ഒരുപക്ഷെ തങ്ങൾ ഇപ്പോഴും സജീവമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരിക്കാം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഹൂത്തി വിമതർ ഇപ്പോഴും നടത്തുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. യമനിലെ ഭരണകൂടം ദുർബലമായ അവസ്ഥയിൽ അവിടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും എല്ലാം തന്നെ കയ്യേറി ഭരണം നടത്തുകയാണ് ഫലത്തിൽ ഇപ്പോൾ ഹൂത്തി വിമതർ. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് തൊട്ട് പിന്നാലെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെയൊക്കെ തന്നെ ഈ ഹൂത്തി വിമതർ ആക്രമിക്കാൻ തുടങ്ങിയത്. ഇതേ തുടർന്ന് അമേരിക്ക അവരുടെ പടക്കപ്പലുകൾ ആ മേഖലയിൽ വിന്യസിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിൽ തൽക്കാലത്തേക്ക് പിന്നീട് ഇവർ അടങ്ങുകയായിരുന്നു. പിന്നീട് വെടിനിർത്തൽ നിലവിൽ വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇവർ ആക്രമണം ഇസ്രായേലിന് നേർക്ക് നടത്തിയിരിക്കുകയാണ്. ഇതിനിടെ ചെങ്കടലിലൂടെ കടന്നു 2 കപ്പലുകൾ ഹൂത്തി വിമതർ ആക്രമിച്ച് തകർത്തിരുന്നു. അതിലൊന്ന് ഇസ്രായേൽ തുറമുഖത്തേക്ക് പോവുകയായിരുന്നു എന്നുള്ള ന്യായമാണ് ഹൂത്തി വിമതർ പറഞ്ഞിരുന്നത്. ഇതിനൊക്കെ തിരിച്ചടിയായിട്ടാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ഇസ്രായേൽ ഡ്രോണുകൾ അതിശക്തമായ തോതിൽ അവിടെ ആക്രമണം നടത്തിയത്. പക്ഷേ ഇപ്പോഴും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഹൂത്തി വിമതർ ഇപ്പോൾ നിരന്തരമായി ഇപ്പോൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നത്. ഈ ഒക്ടോബർ 7 ശേഷം പലതവണ ഹൂത്തികൾ ഇസ്രായേലിലേക്ക് അവരുടെ മിസൈലുകൾ അയച്ചിരുന്നുവെങ്കിൽ പോലും അത് വീണ് ആർക്കും പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി വിമതർ ഈ 3 പേരുമാണ് ഇറാൻ്റെ സഹായത്തോടുകൂടി ഇസ്രായേലിനെതിരെ ഈ ഗറില്ല യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റു 2 സംഘടനകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന ദുർബലമായൊരു സംഘടനയാണ് ഹൂത്തി വിമതർ. പക്ഷേ ഇപ്പോഴും അവരുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഇസ്രായേൽ തകർത്തുവെങ്കിൽ പോലും ഇപ്പോൾ ഇവർ എങ്ങനെയാണ് ഇസ്രായേലിലേക്ക് ഇത്തരത്തിൽ മിസൈൽ ആക്രമണം നടത്തുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്ന സമയത്തും ഇസ്രായേലിലേക്ക് വന്ന ചില മിസൈലുകൾ അയച്ചത് ഹൂത്തി വിമതർ ആണോ എന്ന സംശയം ന്യായമായും അന്ന് ഉയർന്നിരുന്നു. കാരണം ഇറാനാണ് അവർക്ക് ഏറ്റവും അധികം ആയുധങ്ങളും നൽകിയിരുന്നത്. ഏതായാലും ഇന്നലത്തെ ആക്രമണത്തിന് ഇസ്രായേൽ ഈ ദിവസങ്ങളിൽ ശക്തമായ തോതിലുള്ള തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്.